ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു പുതിയ കാഴ്ചയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഞാൻ പോകുന്ന CSI ചർച്ചിൻ്റെ ഒരു മീറ്റിംഗ്. അപ്പോൾ 28 സഭകൾ ചേർന്നാണ് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുളച്ചൽ CSI ചർച്ചിൽ വെച്ചാണ് മീറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ചർച്ചിൽ നിന്ന് ഇങ്ങനെ വാഹനങ്ങളൊക്കെ അറേഞ്ച് ചെയ്താണ് ആ മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ നിന്നും ഞങ്ങളൊരു വാഹനം അറേഞ്ച് ചെയ്തു. അപ്പോൾ ആ വാഹനത്തെ നിങ്ങൾ കണ്ടോളൂ. ഇതിലിപ്പോൾ ഞങ്ങൾ കയറാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ അങ്ങനെ കുളച്ചൽ CSI ചർച്ചിൽ എത്തിയിട്ടുണ്ട്. ആ ജംഗ്ഷൻ്റെ അടുത്താണ് CSI ചർച്ച് ഇരിക്കുന്നത്. എല്ലാ സഭക്കാരും എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്, കണ്ടോളൂ. ഇതാണ് കുളച്ചൽ CSI ചർച്ചിൻ്റെ ആ ഫ്രണ്ട് ഭാഗം. ഇനി ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ മറ്റുള്ള സഭകളിൽ നിന്ന് വന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആരാധനയ്ക്ക് ചർച്ചിലോട്ട് കയറാൻ പോവുകയാണ്. അവിടെ ആരാധന ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് പള്ളിക്കകം. ഞാൻ ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ കൂട്ടുകാർ, കുളച്ചൽ CSI ചർച്ച് കണ്ടല്ലോ. അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ചർച്ചിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത് ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ കന്യാകുമാരിക്ക്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കന്യാകുമാരി പോകാൻ വേണ്ടി വാഹനത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഇപ്പോഴത്തെ കന്യാകുമാരിയുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ഒരു അടിപൊളി ഗ്ലാസ് പാലം നിർമ്മിച്ചിട്ടുണ്ട് വിവേകാനന്ദ പാറയിൽ. കന്യാകുമാരി പോകുന്ന ഒരു ത്രില്ലിൽ പിള്ളേരുടെ ഒരു സന്തോഷം കണ്ടോ. വണ്ടിക്കകത്ത് ഡാൻസും കളികളും പാട്ടും. ഇത് കണ്ടോ, ഇത് കന്യാകുമാരിയിലോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ കന്യാകുമാരി ബീച്ചിലെത്തിയിട്ടുണ്ട്. നമുക്കിവിടുത്തെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ഞങ്ങളെ കൂടെ വരണം. 20 മുട്ടാണ്ടല്ലോ. ഇത് വന്നിട്ട് ഗാന്ധി മണ്ഡപം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഗ്ലാസ് പാലം കാണാനുള്ള ഒരു തിടുക്കത്തിലാണ് എല്ലാവരും. അതിലേക്കാണ് ഞങ്ങളിനി പോകാൻ പോകുന്നത്. ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ സമയം 4:10 4:30 കൗണ്ടർ ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് ഞങ്ങൾക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. എൻ്റെ അമ്മേ, ഇതെന്തോന്ന് തിരക്ക്! അപ്പോൾ ഇതിനിപ്പോൾ 2 മണിക്കൂർ നിന്നാലും ഇവിടെ ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല.
അപ്പോൾ ഇതെന്തോ തിരക്ക്. എന്തായിരുന്നാലും ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇനി ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. അവിടെയും തിരക്ക് തന്നെ, ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കയറാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇതാ ബോട്ടിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബോട്ടിൽ കയറുന്നതിന് മുമ്പ് ജാക്കറ്റ് തന്നു. അപ്പോൾ അത് ഞങ്ങളെടുത്ത് ഇടയാണ്. ഇങ്ങനെയാ. അപ്പോൾ എല്ലാവരും ഇതാ ബോട്ടിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ബോട്ട് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ബോട്ടിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവേകാനന്ദ പാറയിലോട്ട് പോവുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ടോ വിവേകാനന്ദ പാറ. திருவள்ளுவர் அப்புறம் உலகிட்டான் ஆட்டுறது சரி. അപ്പോൾ ഞങ്ങളിതാ ബോട്ടിൽ നിന്ന് ഇറങ്ങി വിവേകാനന്ദ പാറയുടെ അടുത്തോട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം നടക്കണം. അല്പം ദൂരം നടന്നതിന് ശേഷമാണ് കണ്ണാടി ഗ്ലാസ്സൊക്കെ കാണാൻ പോകുന്നതും ശില കാണാൻ പോകുന്നതും. അപ്പോൾ ഞങ്ങൾ വിവേകാനന്ദ പാറയിലേക്ക് ഇറങ്ങി കുറച്ച് ദൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചപ്പലൊന്നും ഇടാൻ പാടില്ല. അവിടെയൊക്കെ അതൊക്കെ ഒരിടത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അവർ സ്ഥലമുണ്ട് ചപ്പലിടാണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ മുകളിലോട്ട് നടക്കുകയാണ്. ഇനിയാണ് ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഗ്ലാസ് പാലം കാണാൻ പോകുന്നത്. എൻ്റെ അമ്മയെ ഗ്ലാസ് പാലത്തെത്തി. അമ്മോ എനിക്ക് പേടി. എൻ്റെ അമ്മയെ ഞാനിതിൽ കൂടെ എങ്ങനെ നടക്കും? എനിക്ക് ഇപ്പോഴേ പേടിയാവുന്നു. എന്തായാലും എൻ്റെ മനസ്സിനെ ഉറപ്പിച്ച് ഞാൻ നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കടലിങ്ങനെ കുതിച്ച് വരുന്നത് കണ്ട് തിരമാലകളും പാറകളും. എനിക്കിത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ വരുമ്പോഴും വലിയ ആൾക്കാർ വരുമ്പോഴൊക്കെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഈ ഗ്ലാസിൻ്റെ പുറത്തുകൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. അത് കീഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ മുകളിലോട്ട് അങ്ങനെ നോക്കിയാണ് തിരുവള്ളുവറിൻ്റെ ശിലയൊക്കെ നോക്കിയാണ് നടക്കുന്നത്. അല്ലാതെ ഒരു ഭയങ്കര ഒരു പേടിയാണ്. കാരണം താഴോട്ട് നോക്കിയാൽ ഞങ്ങൾ കടലിൻ്റെ മുകളിൽ കൂടെയല്ലേ ഗ്ലാസ് പാലം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കായിരുന്നാലും അത് പേടിയുണ്ടാവും. ചില ആൾക്കാരൊക്കെ വന്ന് അവിടെ വരുമ്പോഴത്തേക്ക് കിടന്ന് ഭയങ്കരമായിട്ട് വിളിക്കുന്നത് കാണാം. അപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നതിൽ തന്നെ കുറച്ച് ആൾക്കാരാണെങ്കിൽ നേരത്തെ പറഞ്ഞു, ഞാൻ ഗ്ലാസ് പാലത്തിൽ മാത്രം കയറാൻ വരുന്നില്ല, ബാക്കിയുള്ള ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഒന്ന് കാണണമെന്ന്. ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗ്ലാസ് പാലത്തിൽ കൂടി കാണേണ്ടതും പോകേണ്ടതുമുള്ള ഒരു കാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ ഹൃദയം ഒന്ന് അടക്കി പിടിച്ചിട്ടാണ് ഞാൻ ഈ ഗ്ലാസ് പാലത്തുകൂടെ നടക്കുന്നത് കേട്ടോ. നമ്മൾ പിന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഇവിടെ വന്ന് 30 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഈ ബാക്കി പാറ ഭാഗവും ശിലയുടെ ഭാഗവും ഒക്കെ കാണാൻ വേണ്ടി വന്ന ഗ്ലാസ് പാലത്തിലൊക്കെ കയറാൻ. அந்த பாறையில வந்து வேலை வரல.
நீ கீழே பார்க்காத அப்பா அப்படியே போய் അപ്പോൾ ഒരു സമാധാനമായി. ഗ്ലാസ് പാലം കഴിഞ്ഞു. അടുത്തത് ആ ശില, തിരുവള്ളൂരിൻ്റെ ശിലയാണ് ഈ കാണുന്നത്. അപ്പോൾ ശിലയിലോട്ട് നമ്മൾ അറ്റം വരെ കയറാൻ എനിക്ക് പറ്റുന്നില്ല, കാലൊക്കെ വേദന. അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊക്കെ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് ചുറ്റുപാട് നടന്ന് കാണുകയാണ്. അതിനകത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ, അതൊക്കെ കയറി കാണുകയാണ്. അപ്പോൾ ഒരാശ്വാസം. ഇനി തിരികെ വരുന്നതും വിചാരിക്കുമ്പോൾ ഒരു ടെൻഷൻ തന്നെയാണ്. കണ്ടോ, ഇതൊക്കെയാണ് ഗ്ലാസ് പാലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മൾ തിരുവള്ളുവർ ശിലയൊക്കെ കണ്ടു. ഗ്ലാസ് പാലത്ത് കൂടെ അങ്ങോട്ട് നടന്നു. ഇനി തിരിച്ച് ഗ്ലാസ് പാലത്ത് കൂടെ ഇനി തിരിച്ച് വന്ന വഴിയെ നടക്കണം. അപ്പോൾ അതിനകത്ത് ഈ പാറകളും കടലിനകത്തുള്ള പാറകളൊക്കെ ഉണ്ട്. ഒന്ന് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചെറിയൊരു പേടിയുണ്ട്. എന്നാലും ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഗ്ലാസ് പാലമൊക്കെ കണ്ടു. ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാവരും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഇനി ഞങ്ങൾ സമയം ഇപ്പോൾ 6 മണിയാകാൻ പോവുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി വരുന്നു, ഞങ്ങൾ എല്ലാവരും ഇവിടെയും ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരികെ വീണ്ടും ബോട്ടിൽ കയറി പഴയ സ്ഥലത്ത് പോകാൻ പോവുകയാണ്. ഞങ്ങൾ തിരികെ വിവേകാനന്ദ പാറയിൽ നിന്ന് തിരികെ ബോട്ടിലോട്ട് കയറാൻ പോകും. അപ്പോൾ ഞങ്ങൾ തിരികെ വരുന്നത് താമസിച്ചതുകൊണ്ട് സൺസെറ്റ് എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അതിനു മുമ്പേ അത് അസ്തമിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചാലഞ്ച് നിറവേറ്റിയ ഒരു ഫീലാണ് ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും കിട്ടിയത്. കാരണം ഈ ഗ്ലാസ് പാലം തന്നെ, ഈ ഗ്ലാസ് പാലത്ത് കൂടെ നടന്നത് തന്നെ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തു വയ്ക്കാനുള്ള ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഗ്ലാസ് പാലം പോയി കാണണം. മാത്രമല്ല, ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകാനുള്ള സമയമായി. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു. ഞങ്ങൾ ഇനി വണ്ടിയിലോട്ട് കയറി വീട്ടിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ബായ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബായ്.